ഞാൻ ഒരു ഇനോഗ്രേഷനുമായിട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു. ആ സമയത്താണ് ഞാൻ തന്നെയാണ് എൻ്റെ വാർത്ത ആദ്യമായിട്ട് കാണുന്നത്. അത് ഞാൻ തന്നെ പോക്സോ കേസ് കുറച്ചാൾ മുമ്പ് ഒരു ബ്ലോഗർ എന്തോ ഒരു സാധനം, കാരണം കോമ്പറ്റേറ്റീവ്ലി എന്നിൽക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്ന ബ്ലോഗർ എന്തോ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം പുള്ളി ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞാനത് വലിയ കെയർ ചെയ്തിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത ചാനലിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലാണ്. ഇതെങ്ങനെ ഒരു കേസാവും? 10-20 മോഡൽസിനോടൊപ്പം ഞാനൊരു ഷൂട്ടിൽ പങ്കെടുക്കുന്നു. ഞാൻ ഓർഗനൈസ് ചെയ്ത ഷൂട്ടല്ല, എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാൻ അത് പ്രൊമോഷൻ ചെയ്യാനായിട്ട് കൃത്യമായി എനിക്ക് പൈസ തന്നിട്ട് ഞാൻ പോകുന്നൊരു ഷൂട്ടാണ്. ഞാൻ പോയി അഭിനയിച്ചു, കാശ് മേടിച്ചു, ഞാൻ തിരിച്ചു പോകുന്നു. ഒരുപക്ഷെ ഇത്രയും പ്രൊമോഷനും ഇത്രയും ബ്രാൻഡ് കൊളാബും ചെയ്തില്ല ഈ ഒരു കേസ് വരത്തില്ല, ഒരിക്കലും വരില്ല. ഇതാണ് അവരുടെ പ്രശ്നം. മറ്റുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മുകേഷ് നായർ 1000-ലധികം ഇനോഗ്രേഷൻ ചെയ്തു, 2500-ലധികം മറ്റേ ബ്രാൻഡ് കൊളാബറേഷൻ ചെയ്തു. അതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, എല്ലാം ചെറിയ ബ്രാൻഡുകളൊന്നുമല്ല. ഇപ്പം അദാനി എൻ്റെ ക്ലയൻ്റാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പം യൂറോ സ്പിരിറ്റ്സ്, യൂറോപ്പിലെ ഏറ്റവും വലിയൊരു മദ്യ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. അപ്പോൾ അവരുടെയൊക്കെ ബ്രാൻഡിങ് നമ്മുടെ ജോലിയാണത്, ബ്രാൻഡിങ് ചെയ്യാന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികൾ, 2500-ഓളം ബ്രാൻഡുകൾ എൻ്റെ ക്ലയൻസാണ്. ഇത് കാണുമ്പോൾ ചെറുകിട സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. അതിൽ നിന്ന് ഇത്രയും വലിയൊരു കേസിലേക്ക് എന്നെ വലിച്ചെഴുക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥിതിയുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിക്കണം. കാരണം ഞാനിപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ ലോ, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഇപ്പം നമ്മുടെ അറിയാലോ, IPC മാറി ഇപ്പം അതാണല്ലോ. അപ്പൊ ആ ഒരു പുസ്തകത്തിൽ അന്നും ഇന്നും ഒരൊറ്റ വാക്യം മാത്രം ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പറ്റില്ല.